അയ്യോ, കുട്ടിക്കച്ഛൻ്റെ നിറം കിട്ടിയില്ലല്ലോ. ചേട്ടന് നല്ല കളറുണ്ട്, ചേച്ചിക്ക് നിറം കുറവാണ്. എന്തൊരു വെളുത്ത നിറം, കാണാൻ എന്തു ഭംഗിയാണ്. ഈ വാക്കുകൾ നിങ്ങൾക്ക് പരിചിതമാണോ? നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണയായി കേൾക്കാറുള്ളതും ചിലപ്പോൾ പറയാറുള്ളതുമായ കാര്യങ്ങളാണിവ. എന്നാൽ നിസ്സാരമെന്ന് തോന്നുന്ന സംഭാഷണങ്ങൾക്ക് പിന്നിൽ വളരെ ആഴത്തിലുള്ള ഒരു സാമൂഹിക പ്രശ്നമുണ്ട്. അതാണ് നിറത്തിൻ്റെ പേരിലുള്ള വേർതിരിവ് അഥവാ സ്കിൻ കളർ ബയസ്. നമ്മൾ അറിയാതെ പോലും ഈ വേർതിരിവിൻ്റെ ഭാഗമാകാറുണ്ടോ? അതോ ഇത്തരത്തിലുള്ള തെറ്റുകൾ നമ്മൾ വരുത്താറുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വീഡിയോ. നിറത്തിൻ്റെ പേരിലുള്ള വേർതിരിവ് എന്നത് ഒരാളുടെ തൊലിയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അളക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ്. ചരിത്രപരമായി നോക്കുമ്പോൾ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി വെളുത്ത നിറത്തെ ശ്രേഷ്ഠമായി കാണുന്ന ഒരു ചിന്താഗതി ലോകമെമ്പാടും വേരുറപ്പിച്ചിരുന്നു. ഇത് ഇന്ത്യയിലും ശക്തമായ സ്വാധീനം ചെലുത്തി. പരസ്യങ്ങളിലെ സൗന്ദര്യ സങ്കല്പങ്ങൾ, സിനിമകൾ, വിവാഹ പരസ്യങ്ങൾ എന്നിവയിലെല്ലാം ഈ മനോഭാവം നമുക്ക് കാണാൻ സാധിക്കും. വെളുത്ത നിറത്തെ സൗന്ദര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ആകർഷണീയതയുടെയും പ്രതീകമായി അവതരിപ്പിക്കുമ്പോൾ ഇരുണ്ട നിറമുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന ഒരു പ്രവണതയും നിലനിൽക്കുന്നുണ്ട്. ഈ വേർതിരിവ് ഒരാളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഗുരുതരമായി ബാധിക്കും. നമ്മളും ഈ വിഷയത്തിൽ തെറ്റുകാരാവാറുണ്ട്. പലപ്പോഴും ഇത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാകില്ല, പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതാണ്. നമ്മുടെ സംസാരത്തിൽ വെളുത്ത എന്ന വാക്കിന് നല്ലതും കറുത്ത എന്ന വാക്കിന് മോശവുമായ അർത്ഥങ്ങൾ നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഉദാഹരണത്തിന്, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സ് കറുപ്പാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ നിറത്തിന് ഒരു സ്വഭാവം നൽകുന്നു. അതുപോലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ അയ്യോ, കുട്ടിക്ക് നിറം കുറവാണല്ലോ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ ചെറുപ്പത്തിൽ തന്നെ ബാധിക്കും. കളിയാക്കലുകളും പരിഹാസങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ വെളുത്ത നിറമുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതും കാണാറുണ്ട്. തൊഴിലിടങ്ങളിൽ, സാമൂഹിക ഒത്തുകൂടലുകളിൽ, സൗഹൃദങ്ങളിൽ പോലും ഈ മനോഭാവം കാണാം. ഒരു പുതിയ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പോലും ചില ആളുകൾക്ക് അവരുടെ നിറം കാരണം മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒരുതരം അവഗണനയാണ്. നമ്മുടെ നാട്ടിൽ ഫെയർനെസ് ക്രീമുകൾ ഇന്നും വലിയ പ്രചാരമുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ വെളുത്ത നിറമാണ് സൗന്ദര്യമെന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നു. വെളുക്കാൻ സഹായിക്കുന്നു എന്ന വാഗ്ദാനം നൽകി വിപണി കീഴടക്കിയ ഉൽപ്പന്നങ്ങൾ യഥാർത്ഥത്തിൽ നിറത്തിൻ്റെ പേരിലുള്ള വേർതിരിവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഇരുണ്ട നിറമുള്ള പല ആളുകൾക്കും സ്വന്തം നിറത്തെക്കുറിച്ച് അപകർഷതാബോധം ഉണ്ടാക്കുകയും ചെയ്യും. ഇത് സമൂഹത്തിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളുടെ ഫലമാണ്. സ്വന്തം നിറം ഇഷ്ടപ്പെടാതിരിക്കുകയും അത് മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ഇരുണ്ട നിറമാണ് തൻ്റെ പരാജയത്തിന് കാരണമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇത് മാനസികമായി വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ വേർതിരിവ് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും മാനസികാരോഗ്യത്തെയും സാമൂഹിക ഘടനയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഇനി ഞാൻ പറഞ്ഞുതരാം. ചെറുപ്പത്തിൽ തന്നെ നിറത്തിൻ്റെ പേരിൽ കളിയാക്കലുകൾക്ക് ഇരയാകുന്നത് കുട്ടികളുടെ ആത്മവിശ്വാസം തകർക്കും. ഇത് വിഷാദം, ഉത്കണ്ഠ, സാമൂഹികമായ ഒറ്റപ്പെടൽ എന്നിവയിലേക്ക് നയിക്കും. നിറത്തിൻ്റെ പേരിൽ ജോലിയിലും അവസരങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും വിവേചനം നേരിടുന്നത് സമൂഹത്തിൽ നീതിനിഷേധം ഉണ്ടാക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്നും പുറത്തു വരാൻ സാധിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഇത്തരം മുൻവിധികൾ ഉണ്ടോ എന്ന് സ്വയം വിലയിരുത്തണം. നമ്മൾ സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നിറവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വേർതിരിവ് അറിയാതെ പോലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം നിറവുമായി ബന്ധപ്പെട്ട മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. വെളുപ്പ് അല്ലെങ്കിൽ കറുപ്പ് എന്നതിനേക്കാൾ ഉപരി ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെയും കഴിവിനെയും പ്രശംസിക്കാൻ ശ്രമിക്കുക. നിറം വെറും ഒരു ശാരീരിക പ്രത്യേകത മാത്രമാണ്, അത് ഒരാളുടെ വ്യക്തിത്വമല്ല. നിങ്ങൾ സ്വയം ഒരു നല്ല മാതൃകയാവുക. എല്ലാ നിറങ്ങളോടും എല്ലാ രൂപങ്ങളോടും ബഹുമാനം കാണിക്കുക. നിങ്ങളുടെ കുട്ടികളെയും ചുറ്റുമുള്ളവരെയും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു കുട്ടിക്ക് നിറം കുറവാണ് എന്ന് പറയുന്നതിന് പകരം ആ കുട്ടി എത്ര സുന്ദരിയാണ് എന്ന് പറയാനാണ് നമ്മൾ പഠിക്കേണ്ടത്. എല്ലാ നിറങ്ങൾക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. ഇരുണ്ട നിറത്തെയും വെളുത്ത നിറത്തെയും തുല്യമായി കാണുക, ആദരിക്കുക. മനുഷ്യരുടെ വൈവിധ്യത്തെ അംഗീകരിക്കുകയും അതിൽ അഭിമാനിക്കാൻ ഇനിയെങ്കിലും നമ്മൾ പഠിക്കണം. ഓരോ വ്യക്തിയും അവരവരുടെ നിറത്തിലും രൂപത്തിലും അതുല്യരാണ്. ഒരാളുടെ തൊലിയുടെ നിറം അവരുടെ സ്വഭാവത്തെയോ കഴിവിനെയോ മൂല്യത്തെയോ നിർണ്ണയിക്കുന്നില്ല. നിറത്തിൻ്റെ പേരിലുള്ള വേർതിരിവിനെ ഇല്ലാതാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിനായി സ്വയം തിരുത്തുകയും മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക. എല്ലാ നിറങ്ങളെയും തുല്യമായി കാണുന്ന, ബഹുമാനിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് കൈകോർക്കാം. ഓർക്കുക, യഥാർത്ഥ സൗന്ദര്യം നിറത്തിലല്ല, അത് ഹൃദയത്തിലാണുള്ളത്.